കോൺഗ്രസ് വിടുന്നത് അവഗണന മൂലമെന്ന് പത്മജ വേണുഗോപാൽ. തന്നെ മാത്രമല്ല അച്ഛനെയും കോൺഗ്രസ് നേതൃത്വം അപമാനിച്ചുവെന്നും പത്മജ പറഞ്ഞു. കോൺഗ്രസിൽ പരാതി പറയാൻ പോലും നേതൃത്വമില്ലാത്ത അവസ്ഥയാണ്. BJP തിരഞ്ഞെടുക്കാൻ കാരണം കരുത്തുറ്റ നേതൃത്വമാണ്. പാർട്ടിയെ പലകുറി ചതിച്ചതാരാണെന്ന് ജനങ്ങൾക്കറിയാമെന്നും പത്മജ ജനം ടിവിയോട് പറഞ്ഞു. ഞാന് കഴിഞ്ഞ ഒരു 3 കൊല്ലം മുമ്പ് എന്നെ ഇലക്ഷന് എനിക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു. ആദ്യത്തേൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ ആരൊക്കെ തോപ്പിച്ച്, രണ്ടാമത്തേൽ എനിക്ക് ഉറപ്പായി ആരൊക്കെ എന്നെ തോപ്പിച്ചെന്നുള്ളത്. അപ്പൊ അതോടുകൂടി ഞാൻ ഈ പാർട്ടിയോട് യാത്ര പറയാൻ റെഡി ആയതാണ്. ഞാൻ പലപ്പോഴും DC അവരോടൊക്കെ പറഞ്ഞാണ്, KPC പ്രസിഡന്റിനോടൊക്കെ ഞാൻ പറഞ്ഞാണ്. അപ്പൊ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു അച്ഛന്റെ മന്ദിരം പണിയാം, ഞങ്ങൾ 1 കൊല്ലത്തിൽ പണിത് തരാന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ആഗ്രഹം കൊണ്ട് വീണ്ടും നാണക്കേട് സഹിച്ച് ഇതിൽ ഞാൻ നിന്നു. എന്നിട്ട് അന്ന് KPC വൈസ് പ്രസിഡന്റ് ആയിരുന്ന എന്നെ ഞാനൊരു നേതാവിന്റെ അനുയായിന് എന്തോ കുറ്റം പറഞ്ഞു കേട്ട് എന്നെ നേരെ അടിച്ച് താഴ്ത്തി എക്സിക്യൂട്ടീവിലേക്ക് ഇട്ടു ഇവര്. അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്നിട്ട് ഞാൻ 3 കൊല്ലമൊക്കെ സഹിച്ച് അച്ഛന്റെ മന്ദിരം പണിയെന്നുള്ള ആഗ്രഹത്തിൽ നിന്നത്. പക്ഷെ എനിക്ക് എവിടുന്നും അവഗണനയാ കിട്ടിയ കാര്യത്തില്, എല്ലാ സ്ഥലത്തും. അപ്പൊ ഞാൻ അന്ന് തീരുമാനിച്ചു ഇനിയിപ്പോ വേറെ പാർട്ടി പോണമെന്നൊന്നും ഞാൻ തീരുമാനിച്ചിരുന്നില്ല. സത്യം പറഞ്ഞ രാജിവെക്കണം എന്ന് മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ മാതിരി എന്താ പറയണ്ടേ, ഏത് പാർട്ടിക്കും ഒരു ലീഡർഷിപ്പ് ആവശ്യമാണ്. കോൺഗ്രസിൽ ഇപ്പം ആരോട് പരാതി പറയാനും കൂടി ഇതില്ല, അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. അപ്പൊ ലീഡർഷിപ്പുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ BJP-നെ ആലോചിച്ചത് പോലും അക്കാര്യത്തില്. അച്ഛൻ മരിച്ചതും മനസ്സിന് വിഷമായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛനോട് കാണിക്കുന്നതും അച്ഛനെ ഇതാവുന്നതാണ്. അപ്പൊ എല്ലാം കൂടി കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഈ പാർട്ടി വേണ്ട എന്നങ്ങ് തീരുമാനിച്ചു ഞാൻ. അത്രയേ ഉള്ളൂ. മുരളിയേട്ടൻ പറയരുത് ചതിച്ചു എന്നുള്ളത്, ബാക്കി ആര് പറഞ്ഞാലും ഞാൻ കേൾക്കാം. കാരണം ഞാൻ ജനിച്ച തൊട്ട് ഈ പാർട്ടീനെയോ ഈ കാലം വരെ ഞാൻ ചെയ്യാത്ത ആളാ. പല പ്രാവശ്യം കോൺഗ്രസിനെ ചതിച്ചു പോയത് ഞാനാണോ മുരളിയേട്ടനാണോ ജനങ്ങൾക്കറിയാലോ. കോൺഗ്രസ് വിടുന്നത് കടുത്ത അവഗണന മൂലമാണെന്നാണ് പത്മജ വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. തന്നെ മാത്രമല്ല അച്ഛനെയും കോൺഗ്രസ് നേതൃത്വം അപമാനിച്ചുവെന്നും പത്മജ പറഞ്ഞു. കോൺഗ്രസിൽ പരാതി പറയാൻ പോലും നേതൃത്വമില്ലാത്ത അവസ്ഥയാണ്. BJP തിരഞ്ഞെടുക്കാൻ കാരണം അതിൻ്റെ കരുത്തുറ്റ നേതൃത്വമാണെന്നും പാർട്ടിയെ പലകുറി ചതിച്ചതാരാണെന്ന് ജനങ്ങൾക്കറിയാമെന്നും K മുരളീധരന് പത്മജ വേണുഗോപാൽ മറുപടി നൽകിയിരിക്കുന്നു. ജനം ടിവിയോടാണ് പത്മജ വേണുഗോപാലിൻ്റെ പ്രതികരണം.